കേരളത്തിലെ മലപ്പുറം ജില്ലയിലുള്ള തിരൂരിന് അടുത്ത് പൊന്നാനിപ്പുഴയ്ക്കും ഭാരതപ്പുഴയ്ക്കും നടുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആലത്തിയൂർ എന്ന സ്ഥലത്തുള്ള പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം അഥവാ ആലത്തിയൂർ ഹനുമാൻകാവ്. വിഷ്ണു ഭഗവാന്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രനാണ് മുഖ്യ പ്രതിഷ്ഠ. എങ്കിലും ശിവന്റെ അവതാരവും ശ്രീരാമഭക്തനും ചിരഞ്ജീവിയുമായ ഹനുമാൻ സ്വാമിക്കാണ് ക്ഷേത്രത്തിൽ പ്രാധാന്യം. കൂടാതെ തുല്യ പ്രാധാന്യത്തോടെ ലക്ഷ്മണനും ഉപദേവതകളായി ഗണപതി, മഹാവിഷ്ണു, ദുർഗ, ഭദ്രകാളി, അയ്യപ്പൻ, നാഗദേവതകൾ തുടങ്ങിയവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുണ്ട്. ആലത്തിയൂർ പെരുന്തൃക്കോവിൽ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഐതിഹ്യപ്രകാരം ഹനുമാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് 3000 വർഷങ്ങൾക്ക് മുൻപ് വസിഷ്ഠ മഹർഷിയായിരുന്നു. നമസ്കാരം, മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാവാമുകുന്ദ ക്ഷേത്രവും തൃപ്രങ്ങോട് ശിവക്ഷേത്രവും ചമ്രവട്ടം അയ്യപ്പസ്വാമി ക്ഷേത്രവും സന്ദർശിച്ച ശേഷമാണ് ഞങ്ങൾ ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം സന്ദർശിക്കാൻ പുറപ്പെട്ടത്. ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തുകൂടിയുള്ള ഒരു ചെറിയ റോഡിലൂടെ അല്പദൂരം നടന്നാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. മലപ്പുറം ജില്ലയിലുള്ള തിരൂരിന് അടുത്ത് പൊന്നാനിപ്പുഴയ്ക്കും ഭാരതപ്പുഴയ്ക്കും നടുക്ക് സ്ഥിതി ചെയ്യുന്ന ആലത്തിയൂർ എന്ന സ്ഥലത്തുള്ള പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം അഥവാ ആലത്തിയൂർ ഹനുമാൻകാവ്. വിഷ്ണു ഭഗവാന്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രനാണ് മുഖ്യ പ്രതിഷ്ഠ എങ്കിലും ശിവന്റെ അവതാരവും ശ്രീരാമഭക്തനും ചിരഞ്ജീവിയുമായ ഹനുമാൻ സ്വാമിക്കാണ് ക്ഷേത്രത്തിൽ പ്രാധാന്യം. കൂടാതെ തുല്യ പ്രാധാന്യത്തോടെ ലക്ഷ്മണനും ഉപദേവതകളായി ഗണപതി, മഹാവിഷ്ണു, ദുർഗ, ഭദ്രകാളി, അയ്യപ്പൻ, നാഗദേവതകൾ എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുണ്ട്. ആലത്തിയൂർ പെരുന്തൃക്കോവിൽ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഐതിഹ്യപ്രകാരം ഹനുമാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് 3000 വർഷങ്ങൾക്ക് മുമ്പേ വസിഷ്ഠ മഹർഷി ആയിരുന്നു. കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം. കിഴക്കുഭാഗത്ത് 2 നിലകളോടുകൂടിയ ഗോപുരം സ്ഥിതി ചെയ്യുന്നു. കിഴക്കേ നടയിലൂടെ അകത്തു കടന്നാൽ ആദ്യമെത്തുന്നത് ആനക്കൊട്ടിലാണ്. ക്ഷേത്രത്തിൽ കൊടി കയറി ഉത്സവം ഇല്ലാത്തതിനാൽ കൊടിമരമില്ല. ശ്രീരാമസ്വാമിയുടെ നടയ്ക്കു നേരെ വലിയ ബലിക്കൽപ്പുര പണിതിട്ടുണ്ട്. ബലിക്കൽപ്പുരയ്ക്ക് തെക്ക് ഭാഗത്തായി ചെറിയൊരു വാതിൽ കാണാം. ഹനുമാൻ സ്വാമിയുടെ നടയ്ക്കു നേരെയാണ് ഈ വാതിൽ പണിതിരിക്കുന്നത്. ക്ഷേത്രത്തിൽ കടക്കാൻ സാധിക്കാത്തവർക്കായിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. 2 നിലകളോടുകൂടിയ സാമാന്യം വലിപ്പമുള്ള ചതുര ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത്. കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന്റെ 2 നിലകളും ചെമ്പ് മേഞ്ഞിട്ടുണ്ട്. മുകളിൽ സ്വർണ്ണ താഴികക്കുടവുമുണ്ട്. ശ്രീകോവിലിനകത്ത് 3 മുറികളുണ്ട്. അവയിൽ പടിഞ്ഞാറേ അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. ഏകദേശം 5 അടി ഉയരം വരുന്ന ചതുർബാഹുവായ മഹാവിഷ്ണു വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീരാമസ്വാമി കുടികൊള്ളുന്നു. ചതുർബാഹുവായ ഭഗവാന്റെ പുറകിലെ വലത് കൈയിൽ സുദർശന ചക്രവും പുറകിലെ ഇടത് കൈയിൽ പാഞ്ചജന്യം എന്ന ശംഖും മുന്നിലെ വലത് കൈയിൽ താമരയും മുന്നിലെ ഇടത് കൈയിൽ കൗമോദകി ഗദയും കാണാം. സീതാന്വേഷണ കാലത്ത് വിരഹിയായിരുന്ന ശ്രീരാമനായാണ് സങ്കല്പം. തന്മൂലം ഇവിടെ സീതാദേവിക്ക് പ്രതിഷ്ഠയില്ല. ഇതിന് തെക്കു ഭാഗത്തായി പണികഴിപ്പിച്ചിരിക്കുന്ന മറ്റൊരു നടയിലാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ. ഏകദേശം 3 അടി ഉയരം വരുന്ന 2 കൈകളും കൂപ്പി ഇടത്തോട്ട് കാതുകൂർപ്പിച്ചു നിൽക്കുന്ന രൂപത്തിലാണ്. ശ്രീരാമന്റെ അടയാളവാക്യം കേൾക്കുന്ന രൂപമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ വിശ്വപ്രകൃതിയുടെ മൂലതേജസ്സിനെ മുഴുവൻ ആവാഹിച്ച് ശ്രീരാമനും ഹനുമാനും ശ്രീകോവിലകത്ത് വിരാജിക്കുന്നു. ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി 4 അമ്പലം പണിതിരിക്കുന്നു. അതിവിശാലമാണ് ഇവിടുത്തെ 4 അമ്പലം. കരിങ്കലിൽ തീർത്ത 4 അമ്പലം പൂർണ്ണമായും ഓട് മേഞ്ഞിട്ടുണ്ട്. തെക്കു പടിഞ്ഞാറേ മൂലയിൽ ഒറ്റമുറിയിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതിയുടെയും അയ്യപ്പന്റെയും പ്രതിഷ്ഠകൾ ഉണ്ട്. വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഒരു മുറിയിൽ
കിഴക്കോട്ട് ദർശനമായി ദുർഗാദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. തെക്ക് കിഴക്ക് ഭാഗത്ത് ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടർ പണിതിരിക്കുന്നു. വഴിപാട് കൗണ്ടറിനടുത്തായി തന്നെ തെക്ക് കിഴക്ക് ഭാഗത്തായി ചെറിയൊരു ശ്രീകോവിലിൽ മഹാവിഷ്ണു കുടികൊള്ളുന്നു. ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണെങ്കിലും ശ്രീകൃഷ്ണനായാണ് പ്രതിഷ്ഠയെ കണ്ടുവരുന്നത്. പടിഞ്ഞാറോട്ടാണ് ദർശനം. ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായി ഹനുമാൻ ലങ്കയിലേക്ക് കടലിന് മുകളിലൂടെ ചാടിയ ചാട്ടത്തെ അനുസ്മരിപ്പിക്കാനായി ഒരു തിട്ട കെട്ടിയിട്ടുണ്ട്. ഈ തിട്ടയുടെ ഒരറ്റത്ത് കടലിന്റെ പ്രതീകമായി ഒരു വലിയ കരിങ്കല്ല് വച്ചിട്ടുണ്ട്. വിശ്വാസികൾ ഈ തിട്ടയിലൂടെ ഓടിവന്ന് കരിങ്കല്ലിന് മുകളിലൂടെ ചാടുന്നു. ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ചാടുന്നത് ഭാഗ്യം, ആരോഗ്യം, ദീർഘായുസ്, ധനം എന്നിവ നൽകും എന്ന് വിശ്വസിക്കപ്പെടുന്നു. വിശ്വാസികളുടെ എല്ലാ ദുഃഖങ്ങളും ഭയങ്ങളും മാറ്റുക മാത്രമല്ല, അവരുടെ ആഗ്രഹപൂർത്തീകരണവും ആലത്തിയൂർ ഹനുമാൻ നടത്തും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഞങ്ങളുടെ കൂടെ എത്തിയ ഗീത ചേച്ചി കുറെ നേരമായിട്ട് കരിങ്കല്ലിന് മുകളിലൂടെ ചാടാൻ തയ്യാറെടുക്കുകയാണ്. പക്ഷേ എങ്ങനെയാണ് ചാടേണ്ടത് എന്ന വിധം അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങളുടെ കൂടെ എത്തിയ കുറച്ചുപേർ വിശ്വാസപൂർവം കരിങ്കല്ലിന് മുകളിലൂടെ ചാടിയിരുന്നു. കരിങ്കല്ലിന് മുകളിലൂടെ എങ്ങനെയാണ് ചാടേണ്ടത് എന്ന വിധം വെള്ളാപ്പള്ളിൽ രാജേന്ദ്രൻ ചേട്ടൻ എല്ലാവർക്കുമായി വിശദീകരിച്ചു. തുടർന്ന് രാജേന്ദ്രൻ ചേട്ടൻ തന്നെ ഓടി വന്ന് കരിങ്കല്ലിന് മുകളിലൂടെ ചാടി. ശേഷം ഉണ്ണിച്ചേട്ടനും ഓടി വന്ന കരിങ്കല്ലിന് മുകളിലൂടെ ചാടി. അതിനുശേഷം ആദ്യമേ തന്നെ തയ്യാറെടുത്തിരുന്ന ഗീത ചേച്ചി ഓടി വന്ന് കരിങ്കല്ലിന് മുകളിലൂടെ ചാടി. ഇങ്ങനെ ചാടുന്നവർക്കെല്ലാം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്താണ് രാമാനുജനായ ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രം. ഇവിടെ ലക്ഷ്മണൻ ഉപദേവനല്ല, മറിച്ച് തുല്യ പ്രാധാന്യത്തോടുകൂടിയുള്ള പ്രതിഷ്ഠയാണ്. ശ്രീരാമൻ ഹനുമാന് പറഞ്ഞു കൊടുക്കുന്ന അടയാളവാക്യം കേൾക്കാതിരിക്കാനായി പുറത്ത് മാറിയിരിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ഇവിടെ നാലമ്പലത്തിന് പുറത്ത് ലക്ഷ്മണസ്വാമി കുടികൊള്ളുന്നത്. ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് ആദിശേഷ അവതാരമായ ലക്ഷ്മണന്റെ പ്രതിഷ്ഠ. കിഴക്കോട്ടാണ് ദർശനം. ചെമ്പുമേഞ്ഞ ചെറിയൊരു ചതുര ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. ശ്രീകോവിലിന് മുമ്പിലായി നമസ്കാര മണ്ഡപം പണിതിരിക്കുന്നു. ലക്ഷ്മണന്റെ ശ്രീകോവിലിന്റെ തെക്കുഭാഗത്ത് ചെറിയൊരു ഗണപതി പ്രതിഷ്ഠയുണ്ട്. നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയും ഉണ്ട്. പാൽപ്പായസമാണ് പ്രധാന വഴിപാട്. നിത്യേന 3 പൂജകളുള്ള ഒരു മഹാക്ഷേത്രമാണ് ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ശ്രീരാമഹനുമാൻ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ മുൻകാല സൂക്ഷിപ്പുകാരിൽ ആലത്തിയൂർ ഗ്രാമനമ്പൂതിരിമാർ, വെട്ടത്ത് രാജാവ്, കോഴിക്കോട് സാമൂതിരി എന്നിവർ ഉൾപ്പെടും. അവൽ നിവേദ്യമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ വഴിപാട്. തുലാമാസത്തിലെ പൂരാടം, ഉത്രാടം, തിരുവോണം നക്ഷത്രങ്ങളിൽ നടക്കുന്ന ഉത്സവമാണ് ഇവിടെ പ്രധാന ആണ്ടുവിശേഷം. രാമായണ മാസത്തിൽ ഇവിടെ നല്ല തിരക്കുള്ള സമയമാണ്. കൂടാതെ ഹനുമത് പ്രധാനമായ ചൊവ്വ, വ്യാഴം, ശനി എന്നീ ദിവസങ്ങളും പ്രധാനമാണ്.
മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ സാമൂതിരി രാജാവ് മുഖ്യ കാര്യദർശിയായ ഒരു ട്രസ്റ്റാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. മലബാർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രം ആണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഞങ്ങൾ ക്ഷേത്ര സന്ദർശനം പൂർത്തിയാക്കി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.